Hi guys, welcome back to EduPod Practical Session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് എന്നുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ഇതിൻ്റെ കേസിൽ എല്ലാവർക്കും അറിയാം, കുറേ പേർക്ക് വാല്യൂ കിട്ടാൻ കാൽക്കുലേഷൻസിൽ കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇതെന്നുള്ളത്. എങ്ങനെയൊക്കെ വരയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് പാരലലോഗ്രാം ലോ വെരിഫൈ ചെയ്യാനും, രണ്ടാമത് ഇതിൻ്റെ വെയിറ്റ്, ഈ ഒരു കല്ലിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാനുമാണ്. അതായത് ഈ കല്ല് വെയിറ്റ് കണ്ടുപിടിച്ചിട്ട് പാരലലോഗ്രാം കൊണ്ട് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കേസിലും അതിൻ്റെ മാസ് എന്തായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം കിട്ടേണ്ടത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് വേണ്ട അപ്പാരറ്റസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പാരലലോഗ്രാമിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് വേണം, അതേപോലെ തന്നെ പാരലലോഗ്രാം അപ്പാരറ്റസ് എന്നതിനെ എഴുതിയാൽ മതി. മാസ് വേണം, നമുക്ക് കണ്ടുപിടിക്കേണ്ട വെയിറ്റ് വേണം, നൂല് വേണം, പേപ്പർ വേണം, പെൻസിൽ വേണം, പ്രൊട്രാക്ടർ വേണം, കോമ്പസ് വേണം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുണ്ട്, ഇതിലേക്ക് ആവശ്യമുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ സമയമൊന്നും കളയുന്നില്ല, നേരെ നമ്മുടെ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് രണ്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒന്ന് R=OD ഇൻറ്റു സ്കെയിൽ എന്നുള്ള മെത്തേഡും, രണ്ടാമത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പാരലലോഗ്രാം ലോയും, R=√P² + Q² + 2PQ cos θ. അപ്പോൾ ഇതിലുള്ള ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് അടുത്തായി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ നോർമലി നമ്മുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. P എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തൂക്കിയിടുന്ന വെയിറ്റ്, Q എന്ന് പറഞ്ഞാൽ ഇവിടെ തൂക്കിയിടുന്ന വെയിറ്റ്, ദെൻ ഇതാണ് നമ്മുടെ അൺനോൺ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോർമലി എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ദെൻ ഇതായത് ഇതിൻ്റെ താഴേക്ക് ഇങ്ങോട്ടേക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അത് ഏതിന് ഈക്വൽ ആയിരിക്കും? താഴേക്കുള്ള ഈ വെയിറ്റിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് നമ്മളിവിടെ വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ കേസിൽ R=OD ഇൻറ്റു സ്കെയിൽ. അപ്പോൾ എന്താണ് R എന്ന് പറഞ്ഞാൽ നമ്മൾ റിസൾട്ടൻ്റാണ്, റിസൾട്ടൻ്റ് വെയിറ്റ് ആണ്. ദെൻ OD ഇൻറ്റു സ്കെയിൽ. OD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ പറഞ്ഞു ഇങ്ങോട്ടേക്ക് ഒരു ടെൻഷൻ്റെ ഇതുണ്ടാവും, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് OB എന്നൊരു ടെൻഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ സ്കെയിൽ അനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ബൈസെക്ടർ മാർക്ക് ചെയ്യും. ആ ബൈസെക്ടറിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ OD എന്നുള്ള ഡിസ്റ്റൻസ് ഇതാണ്. ക്ലിയർ ആണല്ലോ? ആ ബൈസെക്ടറിലേക്ക് നമ്മുടെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ OD എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് എന്താണ് സ്കെയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പം ഓരോ മാസ് നമ്മൾ Pയിലും Qയിലും ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ Pയിൽ ഇപ്പോൾ 50 ഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ, Qയിലും അതേപോലെ 50 ഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കണക്കാക്കുന്നത് 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ്. ഓക്കെ, അതായത് സ്കെയിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ഗ്രാം വെയിറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ 100 ഗ്രാം വെയിറ്റ്, ഇവിടെയും ഞാൻ 100, ഇവിടെയും ഞാൻ 100 ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ വരുന്നത് എന്തായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും അവിടെ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞുതരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ തിയറി പാർട്ടിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ടാബുലാർ കോളം നോക്കുകയാണെങ്കിൽ PQR, അതായത് നമ്മളിവിടെ ഇടുന്ന വെയിറ്റ് ആണെന്ത്? Pയും Qവും. ഓക്കെ, R എന്നുള്ളത് നമുക്കിവിടെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. R നമ്മൾ റിസൾട്ട് തന്നെയാണ്, അത് നമുക്കിവിടെ ആവശ്യമില്ല. ഓക്കെ, PQ വേണം. ദെൻ OA എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ലെങ്ത്ത്, ദെൻ OB എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്, OD എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ്. ദെൻ അതിൻ്റെ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിളാണെന്ത്? തീറ്റ എന്ന് പറഞ്ഞാൽ. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഫിഗർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഫിഗറിലുള്ള ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിളാണെന്ത്? തീറ്റ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ദെൻ ആ R കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, OD ഇൻറ്റു സ്കെയിൽ എന്നും, ദെൻ √P² + Q² + 2PQ cos θ എന്നുള്ള രണ്ട് കേസ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ബാക്കി കാൽക്കുലേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് ഇത് മനസ്സിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന കേസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ രണ്ട് ഭാഗത്ത് നമ്മുടെ വെയിറ്റ് ഇട്ടിട്ടുള്ളത് 100 ഗ്രാം ആണ് ഞാൻ രണ്ട് ഭാഗത്തും ഇട്ടിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാസ് ഇവിടെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പേപ്പർ നിർബന്ധമായിട്ടും അവിടെ ഫിക്സ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിൻറ്റ്സ് മാറിപ്പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്.
ക്ലിയർ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് എന്താ വെച്ചാൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരു നിഴൽ കാണാൻ പറ്റുന്നുണ്ട്. ആരുടെ? ഈ നൂലിൻ്റെ ഷാഡോ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. ആ ഷാഡോ ഞാൻ ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഈ പേപ്പറിൽ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. അത്രേ നമുക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളൂ. ബാക്കി ഫുള്ള് കാൽക്കുലേഷൻ ആൻഡ് തിയറി പാർട്ടാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഷാഡോസ് അവിടെ കണ്ടു എന്ന് വരാം. കാരണം എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നും ലൈറ്റ് വരുമ്പോൾ അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷാഡോ പെർട്ടിക്കുലറായിട്ട് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ ഒക്കെ എന്ത് ചെയ്യും? തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിൻ്റെ സെൻറ്റർ പോർഷൻ തന്നെ ആദ്യം ഇവിടെ മാർക്ക് ചെയ്യണം. സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തു. ദെൻ ഈ രണ്ട് ലൈൻ ഇതാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലൈന് പോലെ മാർക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് അടിപൊളിയായിട്ട് പറയാൻ പറ്റുക. ഇവിടെയും ഇങ്ങോട്ട് ലൈന് പോലെ മാർക്ക് ചെയ്തു. ദെൻ അതേപോലെ ഈ ഭാഗത്ത് ഞാൻ ലൈന് പോലെ മാർക്ക് ചെയ്യണം. ഓക്കെ. ദെൻ അടുത്തത് താഴേക്കാണ്. താഴേക്കുള്ള ഈ ലൈനും കൂടെ എന്ത് ചെയ്യാണ്? ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഇളകാതെ അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ദെൻ ഇത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ബാക്കി പാർട്ട് എന്ത് ചെയ്യാണ്? കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോവാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് നോക്കാം. നമ്മൾ ആദ്യം 100 ഗ്രാമിൻ്റെ വെയിറ്റ് ആണ് രണ്ട് ഭാഗത്ത് ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് നമുക്കിത് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അതാണ് നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത്. ഞാനിതാ ഇവിടെ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്തു. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ജോയിൻ ചെയ്യാണ്. ഓക്കെ. ദെൻ താഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ഇപ്പം നമുക്ക് കിട്ടിയുള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പോയിൻ്റ് ഞാൻ എന്ത് ചെയ്യാണ്? O എന്നാണ് എന്ത് ചെയ്യുന്നത്? മാർക്ക് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ട് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 50 ഗ്രാം വെയിറ്റിന് തുല്യമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നമുക്ക് 100 ഗ്രാമാണ് നമ്മുടെ പിയും ക്യൂവും രണ്ട് ഭാഗത്ത് നമ്മളിട്ടത് 100 ഗ്രാമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ തുല്യമായിരിക്കും? 2 സെൻറ്റിമീറ്ററിന് തുല്യമായിരിക്കും. അതാണ് നമ്മൾ അടുത്തതായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 2 സെൻറ്റിമീറ്റർ ഞാൻ എന്ത് ചെയ്യാണ്? മാർക്ക് ചെയ്യാണ്. ക്ലിയർ അല്ലേ? അത് 100 ഗ്രാം ആയതുകൊണ്ടാണ് 2 സെൻറ്റിമീറ്റർ. ഇനി 150 ഗ്രാം ആകുമ്പോൾ 3 സെൻറ്റിമീറ്റർ, 200 ഗ്രാമാണ് വെക്കുന്നതെങ്കിൽ 4 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലേക്ക് എന്ത് ചെയ്യണം? വരണം കേട്ടോ. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിന് ബൈസെക്ടർ വരയ്ക്കുകയാണ്. കോമ്പസ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ബൈസെക്ടർ ഇവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ കോമ്പസൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ ലെങ്ത്ത് മെഷർ ചെയ്യും. നമ്മളിവിടെ പോയിൻ്റ് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് നമ്മൾ കോമ്പസിനോട് ഈ ലെങ്ത്ത് ഞാൻ മെഷർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ബൈസെക്ടർ വരയ്ക്കുന്നു. ഓക്കെ. ഇനി അതേപോലെ ഇവിടുന്ന് ഞാൻ ഈ ലെങ്ത്ത് മെഷർ ചെയ്തു, അതും സെയിം തന്നെയാണ്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബൈസെക്ടർ വരയ്ക്കുന്നു. യെസ്, ബൈസെക്ടർ ഞാൻ വരച്ചു. എന്നിട്ട് ഞാൻ ഈ ഒരു പോയിൻ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുകയാണേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഈ പോയിൻ്റ് ജോയിൻ ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് ഇത് നമ്മുടെ O എന്ന് മാർക്ക് ചെയ്തു. ഈ പോയിൻ്റ് ഞാൻ A എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ പോയിൻ്റ് ഞാൻ B എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ പോയിൻ്റ് ഞാൻ D എന്നും മാർക്ക് ചെയ്യാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ ഇവിടെ ജോയിൻ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പാരലലോഗ്രാമിൻ്റെ ഒരു ഷേപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഫീൽ ചെയ്യും. അടിപൊളിയല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റ് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു OD ഇൻറ്റു സ്കെയിൽ എന്നുള്ളതാണ് നമ്മുടെ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ OD എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് അല്ലേ, അത് എത്രയെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഞാൻ മെഷർ ചെയ്ത് നോക്കുകയാണ്. ആ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യാണ്? ജസ്റ്റ് മെഷർ ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ്? 2.4 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ലെങ്ത്ത് ഇവിടെ കിട്ടുന്നത് 2.4 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് OD ഈസ് ഈക്വൽ ടു 2.4. ദെൻ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 50 ഗ്രാം ആയതുകൊണ്ട് ആ 2.4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും? 2.4 ഇൻറ്റു 50, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 2.4 ഇൻറ്റു 50 ഈസ് ഈക്വൽ ടു 120 ഗ്രാം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 120 ഗ്രാം വെയിറ്റ് ആണ് ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇത് തന്നെയാണോ എന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാരലലോഗ്രാം ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ തന്നെ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കേസ് നമുക്കറിയാം R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റയാണ്. അപ്പോൾ എന്താണ് പി, എന്താണ് ക്യൂ, എന്താണ് തീറ്റ, അതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. പി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തൂക്കിയിടുന്ന വെയിറ്റ് ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ തൂക്കിയിട്ടുള്ളത് 100 ഗ്രാം വെയിറ്റ് ആണ്. അപ്പോൾ പി ഇസിക്കൽ എത്രയാണ്? 100 ഗ്രാം ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 100 ഗ്രാം വെയിറ്റ് ആണ്. കുഴപ്പമില്ലല്ലോ. പക്ഷെ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എത്രയാണ്? തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പാരലലോഗ്രാം ലോ യൂസ് ചെയ്യണമെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ പി ആൻഡ് ക്യൂ എന്നുള്ള വെക്ടേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിളാണ് എന്ത്? തീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതല്ലേ നമ്മുടെ തീറ്റ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒ എ എന്നുള്ള വെക്ടറിൻ്റെയും ഒ ബി എന്നുള്ള വെക്ടറിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ആംഗിളാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞാൽ. അത് എത്രയെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുകയാണേ. അത് എനിക്ക് ഓൾമോസ്റ്റ് വരുന്നത് 107 വരുന്നത് അല്ലേ? 108 വരുന്നത്. ഈ ഓൾമോസ്റ്റ് ആംഗിൾ എനിക്ക് എത്ര കിട്ടുന്നതാ? 108 ഡിഗ്രിയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോകാം. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 108 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ദാറ്റ് ഈസ് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ പ്ലസ് 2 × 100 × 100 ഇൻറ്റു കോസ് തീറ്റ കോസ് 108 ഡിഗ്രി. ക്ലിയർ? ദാറ്റ് ഈസ് 100 സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ. ഞാൻ എല്ലാ കാൽക്കുലേഷനും ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാൻ, എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 100 സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20,000 ആയിരിക്കും നമുക്ക് വരുന്നത് അല്ലേ? 20,000 ആയിരിക്കും. 20,000 പ്ലസ് 2 × 100 × 100 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയായിരിക്കും? 20,000 തന്നെ ആയിരിക്കും അല്ലേ? 100 സ്ക്വയർ 2 × 100 × 100 എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ തന്നെയാണ്. ദാറ്റ് ഈസ് 100 സ്ക്വയർ × 2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 20,000 ആയിരിക്കും നമുക്ക് വരുന്നത്. ദെൻ അടുത്ത് കോസ് 180 ആണ് നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് കോസ് 108 ദാറ്റ് ഈസ് ഈക്വൽ ടു -0.30 അല്ലേ? -0.30 എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നോട്ട് ചെയ്യാം. ക്ലിയർ? നമുക്കറിയാവുന്ന കേസാണ്. 120 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ കോസിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ്. 90 ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ കോസിൻ്റെ വാല്യൂ പിന്നെ എന്തിലേക്ക് വരുന്നത്? നെഗറ്റീവിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ നെഗറ്റീവ് വരണം. അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും വന്നാൽ അവിടെ നെഗറ്റീവ് വരും അല്ലേ? അപ്പോൾ 20,000 ഞാൻ എന്താ ഇവിടെ എഴുതാണ്? 20,000 ദെൻ 20,000 ഇൻറ്റു ദാറ്റ് ഈസ് 20,000 ഇൻറ്റു 0.3 അല്ലേ പറഞ്ഞത്? 0.3 ഈസ് ഈക്വൽ ടു 6,000 വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ പ്ലസ് വന്നു, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? പ്ലസ്സും മൈനസ് വരും. -6,000 എന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. അപ്പോൾ 20,000 - 6,000 എന്ന് പറയുമ്പോൾ 14,000 ആയിരിക്കും അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. 14,000. അതായത് കുറേ പേര് എന്നോട് പറഞ്ഞ് കാൽക്കുലേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് സാർ, അതുകൊണ്ട് ഞാൻ ഓരോ സ്റ്റെപ്പും ഈസി ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. 14,000. അപ്പോൾ ഇനി നമുക്ക് റൂട്ട് ഓഫ് 14,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 118.3 ഡിഗ്രി. 118.3 ഗ്രാം വെയിറ്റ് ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? വെയിറ്റ് വരുന്നത്. അതായത് ഇവിടെ 120 ഗ്രാം കിട്ടി, ഇവിടെ നമുക്ക് എത്ര ചെയ്യുന്നത്? 118.3 ഗ്രാം വെയിറ്റ് എന്ന് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് എന്താണ്? ഈക്വൽ വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ പാരലലോഗ്രാം ലോ അവിടെ വെരിഫൈ ചെയ്തു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 150 ഗ്രാമിൻ്റെയും കൂടെ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തു നോക്കാം. റെഡി? ഓക്കെ, ഫസ്റ്റ് ട്രൈ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ട്രൈ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് വീണ്ടും എന്ത് ചെയ്യാണ്? രണ്ട് ഭാഗത്തേക്കും 50 ഗ്രാമും കൂടെ ആഡ് ചെയ്യാണ്. ഓക്കെ, രണ്ട് ഭാഗത്തേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? 50 ഗ്രാം ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പി ആൻഡ് ക്യൂ ഇപ്പോൾ എത്രയായിട്ട് മാറി? 150 ഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പി ആൻഡ് ക്യൂ എത്ര ആയിട്ട് മാറിയിട്ടുണ്ട്? 150 ഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് ഓസിലേറ്റ് ചെയ്യാതെ നോക്കുക. ദെൻ ഇവിടെ എന്ത് ചെയ്യുക? നമ്മുടെ നൂലിൻ്റെ അനുസരിച്ചുള്ള അടയാളം മാർക്ക് ചെയ്യുക. ക്ലിയർ? അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്യാൻ പോകണേ. ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻറ്റർ പോർഷൻ ഞാൻ മാർക്ക് ചെയ്തു. ദെൻ റൈറ്റ് സൈഡിലേക്കുള്ളത് അതേപോലെ, ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോർഷൻ, ദെൻ ഇങ്ങോട്ടേക്ക് താഴേക്കുള്ള പോർഷൻ. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇതും കഴിഞ്ഞു. എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഇതിൻ്റെയും നേരത്തെ പോലെ തന്നെ സെയിം പ്രൊസീജിയറിൽ നമുക്ക് കാൽക്കുലേഷനും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യുക? ചെയ്ത് നോക്കിയിട്ട് പാരലലോഗ്രാം ലോ വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഫിഗർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നോർമൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുന്നു. ദെൻ അടുത്തത് ഈ രണ്ടെണ്ണം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കേസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 50 ഗ്രാം വെയിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള പിയും ക്യൂവും എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 150 ഗ്രാം ആയിരുന്നു. ദാറ്റ് മീൻസ് ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ് ഇതിന് തുല്യമായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ ഈ ലെങ്ത്ത് നമ്മൾ 3 സെൻറ്റിമീറ്റർ ഇവിടെ മെഷർ ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ എത്ര മെഷർ ചെയ്താൽ 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തു. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഞാൻ എത്ര മെഷർ ചെയ്യുന്നു? 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുന്നു. ക്ലിയർ? 3 സെൻറ്റിമീറ്റർ ഞാൻ ഇവിടെയും മെഷർ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കോമ്പസ് വെച്ചിട്ട് ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് എയിം. ഓക്കെ, ഞാൻ കോമ്പസൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരെ നമുക്ക് എന്ത് ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ കോമ്പസ് ഞാൻ എടുത്തിട്ടുണ്ട്. ദെൻ അടുത്തായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഈ ലെങ്ത്ത് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യാം. ഇതാണ് നമ്മുടെ OA എന്നുള്ള ലെങ്ത്ത് കേട്ടോ. ഇത് ഞാൻ OA എന്ന് മാർക്ക് ചെയ്യാണ്. ഈ ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക? ബൈസെക്ടർ വരയ്ക്കും. ക്ലിയർ? ഇനി അതേപോലെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ ലെങ്ത്ത് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ലെങ്ത്ത് മെഷർ ചെയ്യുക. ഓക്കെ, അത് ഓൾമോസ്റ്റ് എന്താണ് സെയിം ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ക്ലിയർ? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ബൈസെക്ടർ വരച്ചു. ഇനി നമുക്ക് നമ്മുടെ OD ആണ് നമുക്ക് അടുത്തായിട്ട് വരയ്ക്കാനുള്ളത്. അത് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ് OD. ക്ലിയർ? ഓക്കെ, എന്നിട്ട് 1 2 3 ഇതാണ് നമ്മുടെ കേസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നമ്മുടെ O ആണ്, ഇത് നമ്മുടെ A ആണ്, ഇത് നമ്മുടെ B എന്ന് മാർക്ക് ചെയ്തു, ഇത് നമ്മൾ D എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു പാരലലോഗ്രാം ആണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പിക്ചർ എന്ത് ചെയ്തു? വളരെ വൃത്തിയായി. ക്ലിയർ? ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടാണ്. കാൽക്കുലേഷൻ പാർട്ടിൽ നമ്മൾ നോക്കുമ്പം R = OD × സ്കെയിൽ എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? കാൽക്കുലേഷൻ ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് മെത്തേഡിലൂടെ നമ്മൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് വെയിറ്റ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് R = OD × സ്കെയിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ OD എന്ന് പറഞ്ഞാൽ ഈ കേസിലുള്ള OD എത്രയെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്താണ് നമ്മൾ OD എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.4 അല്ലേ? 2.4 അല്ലായിരുന്നു? 2.4 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ OD എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2.4 ഇൻറ്റു, അപ്പോൾ നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ഗ്രാം ആണ്. അപ്പോൾ 2.4 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 2.4 × 50 നമുക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ആൻസർ കിട്ടിയിരിക്കും. ദാറ്റ് ഈസ് 2.4 × 50. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കാം. 2.4 × 50 ഇത് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നതായിരിക്കും. പക്ഷേ ഞാനിങ്ങനെ കാൽക്കുലേഷൻ കൂടെ നിങ്ങൾക്ക് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് ഈസ് 120 ഗ്രാം വെയിറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവും. 120 ഗ്രാം വെയിറ്റ് ആയിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പാരലലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് ഈ നമുക്ക് കിട്ടിയുള്ള വാല്യൂ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. അതാണ് വെരിഫൈ ദ ലോ ഓഫ് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം പിയും ക്യൂവും എത്രയാണെന്നൊക്കെ നമുക്കറിയാം. അതായത് ഈ കേസിൽ P എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നടാ? 150 ഗ്രാം ആയിരുന്നു. അതേപോലെ Q എന്ന് പറഞ്ഞാലും എത്ര തന്നെയാണ്? 150 ഗ്രാം ആണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഇക്വേഷനിൽ ദാറ്റ് ഈസ് R = P² + Q² + 2PQ cos θ എന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ആരെ മാത്രമാണ്? തീറ്റയാണ്. അപ്പോൾ ആ തീറ്റ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് എന്ത്? തീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 വെക്ടേഴ്സ് OA ആൻഡ് OB. അപ്പോൾ അവർക്കിടയിലുള്ള ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ് എത്രയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് കിട്ടുന്നത് 135 ആണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് എന്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? 135. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ എടുക്കുകയാണ്. ദാറ്റ് ഈസ് ആംഗിൾ തീറ്റ ഈക്വൽ എത്രയാണ്? 135 ഡിഗ്രിയാണ്. അത് ഞാനിതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ്റെ കാൽക്കുലേഷൻ ചെയ്യാണ്. ദാറ്റ് ഈസ് √P², ദാറ്റ് ഈസ് 150 വെച്ചിട്ട് തന്നെ ചെയ്യാം. 150² + 150² + 2 × 150 × 150 × cos 135 ഡിഗ്രി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ബാക്കി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം അല്ലേ? 150 ഓക്കെ 150² +
150 സ്ക്വയർ. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാനും പറ്റും കേട്ടോ. ഞാനിന്ന് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റെപ്പും കാൽക്കുലേറ്ററിൽ കാണിച്ചു തരാണ്. ദാറ്റ് ഈസ് 4500 45,000 വരുന്നുണ്ട്. പ്ലസ് 2 ഇൻറ്റു 150 ഇൻറ്റു 150 ദാറ്റ് ഈസ് ഇക്വൽ ടു നമുക്കറിയാം 45,000 തന്നെ ആയിരിക്കും വരിക. 45,000 ഇൻറ്റു കോസ് 135 അത് എത്രയാണ് നോക്കാം. കോസ് നമുക്കറിയാം കോസ് 120 കഴിഞ്ഞാൽ പിന്നെ അത് നെഗറ്റീവ് വാല്യൂ ആണ്, ദാറ്റ് ഈസ് -0.7 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ -0.7 എന്ന് ഞാൻ എന്ത് ചെയ്യാണ് അവിടെ മാർക്ക് ചെയ്യണം. ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടുത്തെ കേസിൽ വരികയാണെങ്കിൽ 45,000 ഇവിടെ -0.7 എന്ന് പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് 45,000 ഇൻറ്റു 45,000 ഇൻറ്റു 0.7 ദാറ്റ് ഈസ് 31,500. അപ്പോൾ ഇവിടെ മൈനസും പ്ലസും വന്നുകൊണ്ട് ആ മൈനസ് ഞാനിതാ ഇവിടെ ഇടുകയാണ്. ദാറ്റ് ഈസ് 31,500 ആണ് നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 45,000 മൈനസ് 31,500 ദാറ്റ് ഈസ് 13,000 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 13,500 ആണ് നമുക്ക് വരുന്നത്. അത് ചെയ്ത് നോക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് 13,500 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 116 ആണ്. 116.18 ഗ്രാം വെയിറ്റ് ആണ്. ഓക്കെ, അതായത് നമുക്ക് നേരത്തെ കിട്ടിയത് 120 ആണ്. ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കറക്റ്റ് വാല്യൂ തന്നെ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് പാരലലോഗ്രാം ലോ വെരിഫൈ ചെയ്തു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കേസിലുള്ള റിസൾട്ടുകളൊന്ന് നോക്കാം. ഓക്കെ, ഇനി അത് നമുക്ക് നേരെ ടാബുലാർ കോളത്തിലേക്ക് മാറ്റിയിട്ട് മീൻ വാല്യൂ കണ്ടുപിടിക്കാം കേട്ടോ. ദാറ്റ് ഈസ് പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 ഗ്രാം ആണ്. ഫസ്റ്റ് ഞാൻ 100 ഗ്രാമിൻ്റെ കേസ് എടുക്കുന്നത്. ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 ഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ഒ എ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സെൻറ്റിമീറ്റർ എടുത്തിരുന്നത്, 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒ ബിൻ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒ ഡി നമുക്ക് കിട്ടിയിരുന്ന എത്രയായിരുന്നു, 2.4 സെൻറ്റിമീറ്റർ ആയിരുന്നു. 2.4 സെൻറ്റിമീറ്റർ. ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയായിരുന്നു, 108 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഒ ഡി ഇൻറ്റു സ്കെയിൽ എനിക്ക് കിട്ടിയത് എത്രയായിരുന്നു, 120 ഗ്രാം വെയിറ്റ് ആയിരുന്നു. അതേപോലെ നമ്മുടെ പാരലലോഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ എത്രയെന്നുള്ള 118.3 ആയിരുന്നു. കുഴപ്പമില്ലല്ലോ. ഇതാണ് ഇതിൻ്റെ ടാബുലാർ കോളം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 150 ഗ്രാമിൻ്റെയും കൂടെ നോക്കി നോക്കാം. 150 ഗ്രാമിൻ്റെത് പി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 150 ആണ്. ക്യൂ എന്ന് പറഞ്ഞാലും 150 ആണ്. അപ്പോൾ നമ്മുടെ ഒ എ ഒ ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 3 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെയും നമുക്ക് എന്ത് കിട്ടി, ഒ ഡി എന്ന് പറഞ്ഞാൽ 2.4 ഡിഗ്രി കിട്ടി. ദെൻ ഇവർക്കിടയിലുള്ള ആംഗിൾ 135 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ദെൻ ഒ ഡി ഇൻറ്റു സ്കെയിൽ നമുക്ക് എഗെയിൻ 120 കിട്ടിയിരുന്നു. ദെൻ ഇവിടെ കിട്ടിയുള്ളത് 116.18 ഗ്രാം വെയിറ്റ് ആയിരുന്നു പാരലലോഗ്രാം ലോ യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കോൺസെപ്റ്റ് വരേണ്ടത്, ഇതിൻ്റെ ഗ്രാം വെയിറ്റ് അത് മാറൂല എന്നുള്ളത് ഷുവറാണ്. കാരണം ആ ഒരു കല്ലിൻ്റെ തന്നെയാണ് നമ്മൾ എത്ര മാസം സൈഡിൽ കൊടുത്താലും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ഒ ഡി എന്നുള്ള വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമേ വരണം. അത് മാറിയാൽ ശരിക്കും നമ്മുടെ വാല്യൂ എന്ത് ചെയ്യും, തെറ്റും. ചെറിയ 2.4 എന്നുള്ള 2.3 എന്നായി എന്തില്ല, വലിയ പ്രശ്നമല്ല. അതല്ല ഞാൻ പറയുന്നത്, നല്ല വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വാല്യൂ തെറ്റിയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 2 കേസിലുള്ള മീൻ വാല്യൂ ഒന്ന് എടുത്തു നോക്കാം. ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ആർ അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ 100 ഗ്രാമിനും 150 ഗ്രാമിൻ്റെയും നോക്കുകയാണെങ്കിൽ ഒ ഡി ഇൻറ്റു സ്കെയിൽ മീൻ വാല്യൂ ഓഫ് ഒ ഡി ഇൻറ്റു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, ദാറ്റ് ഈസ് 120 + 120 ഡിവൈഡഡ് ബൈ 2. രണ്ട് ഭാഗത്തും 120 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ എത്ര തന്നെയായിരിക്കും, 120 ഗ്രാം വെയിറ്റ് തന്നെയായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി മീൻ വാല്യൂ ഫ്രം പാരലലോഗ്രാം ലോ, എൻ്റെ എഴുത്ത് കുറച്ച് വൃത്തിയുണ്ട്, എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 2 വാല്യൂ 118.3 പ്ലസ് 116.3 ഡിവൈഡഡ് ബൈ 2. അത് എത്രയാണെന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമല്ലോ, വെറുതെ എന്തിനാ തെറ്റിക്കുന്നല്ലേ. 118.3 പ്ലസ് 116.3 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ 117.3 ഗ്രാം വെയിറ്റ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്നാണ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് വാല്യൂ എന്താണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതുക. ഞാൻ പറയുന്നത് റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ റിസൾട്ട് നമ്മൾ എന്ത് എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ കേസിൽ പാരലലോഗ്രാം ലോ നമ്മൾ എന്ത് ചെയ്തു, വെരിഫൈ ചെയ്തു. വെരിഫൈഡ് പാരലലോഗ്രാം ലോ ഉണ്ടോ, ടു വെരിഫൈ എന്ന് പറയുമ്പോൾ വെരിഫൈഡ് പാരലലോഗ്രാം ലോ, ഇത്രയും മതി. പാരലലോഗ്രാം ലോ
ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തത് നമ്മൾ കണ്ടുപിടിക്കാറ് ടു ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദ ഗിവൺ ബോഡി യൂസിങ് ദ ലോ. വെയിറ്റ് നമ്മൾ എത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്? 117.3. അല്ല, ഓരോ കേസിലും 120 ഉണ്ട്, ഇവിടെ 117 ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് രണ്ട് മെത്തേഡ് എഴുതാം. വെയിറ്റ് ഓഫ് ദ ബോഡി. ഓക്കെ, അല്ലെങ്കിൽ പാരലലോഗ്രാം ലോ വെരിഫൈ ചെയ്തു നമ്മളിവിടെ എഴുതിയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വെയിറ്റ് ഇതാ 120 ഗ്രാം എന്നുള്ള OD ഇൻറ്റു സ്കെയിൽ എന്നുള്ള മെത്തേഡിലുള്ള നമ്മൾ എന്ത് ചെയ്താൽ മതി? വെരിഫൈഡിൻ്റെ ആൻസർ എഴുതിയാൽ മതി. ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ദ ഗിവൺ ബോഡി. ഗിവൺ ബോഡി ഈസ് ഈക്വൽ ടു എത്രയാണ്? 120 ഗ്രാം വെയിറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂടാ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊന്നും വരാനില്ല. കാൽക്കുലേഷൻസ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓരോന്ന് സ്റ്റെപ്പും ഇൻഡിവിജ്വലായിട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓൾ ദ ബെസ്റ്റ്.